ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കമ്പ്യൂട്ടറിനോടും ട്രാക്ടറിനോടുമൊക്കെ നേരത്തെയെടുത്ത സമീപനം CPIM-നെ ഏതെങ്കിലും തരത്തിൽ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ടോ? തൊഴിൽ തിന്നുന്ന മകൻ എന്ന കമ്പ്യൂട്ടറിനെതിരായ ലഘുലേഖ ഇപ്പോഴും പാർട്ടിയെ പരിഹസിക്കാൻ സാമൂഹ്യമാധ്യമങ്ങളിൽ പാർട്ടി വിരുദ്ധർ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണോ AI സോഷ്യലിസം കൊണ്ടുവരുമെന്നും അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നുമൊക്കെ പറഞ്ഞത്? കമ്പ്യൂട്ടറിനെ ആദ്യം എതിർത്തുവെങ്കിലും രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഇപ്പോൾ AI വരുമ്പോൾ അതിന്റെ സ്ഥാപകർ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. എന്താണിപ്പോൾ AI-യെ ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഉപയോഗിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയെ പ്രേരിപ്പിച്ചത്? AI-യിൽ മലക്കം മറിഞ്ഞോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ VK ശശിധരൻ അധ്യാപകൻ, M ജയചന്ദ്രൻ ഇടത് നിരീക്ഷകൻ, ശ്രീജിത്ത് പണിക്കർ രാഷ്ട്രീയ നിരീക്ഷകൻ, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ ശ്രീ ദാമോദർ പ്രസാദിലേക്ക് പോകുന്നു. ശ്രീ ദാമോദർ പ്രസാദ്, 2 തവണയായി AI-യുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരണങ്ങൾ നടത്തുന്നു. ആദ്യം പറഞ്ഞതിൽ നിന്നും അദ്ദേഹം മലക്കം മറിയുന്നുണ്ടോ രണ്ടാമത്തെ പ്രതികരണത്തിൽ, അതോ ആദ്യം പറഞ്ഞതിൽ വ്യക്തത വരുത്തുകയാണോ ചെയ്തത്? അല്ല, ഇത് ഈ വൈരുദ്ധ്യാത്മകവാദിവാദം ആണല്ലോ ഈ മാർക്സിസ്റ്റ് ഫിലോസഫിയുടെ ഒരു അടിസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഒരു പ്രയോഗം ഗോവിന്ദ മാഷ് നടത്തിയത് എനിക്ക് തോന്നുന്നു. കാര്യം ആദ്യം മാഷ് അവതരിപ്പിച്ച തീസിസാണ്. അതൊരു പറഞ്ഞതിന് ശേഷം അവസാന ഭാഗം ശ്രദ്ധിച്ചാൽ മതി, ഒരു സംശയമില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആൻറ്റി തീസിസ് അവതരിപ്പിച്ചിരുന്നു. ഇനി മറ്റന്നാളായിരിക്കും എൻ്റെ മറ്റന്നാളോ ഒരു ദിവസങ്ങളിൽ തീസിസ് വരും, യഥാർത്ഥത്തിൽ സിന്തസിസ് വരും. എന്താണ് രണ്ടും കൂടി ചേർത്തിട്ട് മാഷ് ഒരു പുതിയ സാധനം അവതരിപ്പിക്കും. അതായിരിക്കും ഒരു പക്ഷേ യഥാർത്ഥ ഈ വിഷയത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കണം. പിന്നെ അതിനുശേഷം ഇനി മുന്നോട്ട് പോകാനിക്കാറില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു തൊഴിലാളി വർഗ്ഗ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് അത് എങ്ങനെയാണ് നമ്മുടെ തൊഴിൽ അധ്വാന ശക്തിയെയും അധ്വാനത്തെയും തൊഴിലാളി വർഗ്ഗത്തെയും ഒക്കെ തന്നെ തൊഴിലെടുക്കുന്നവരെയൊക്കെ ബാധിക്കാൻ പോകുന്ന വിഷയം സമീപിക്കാൻ അതിൻ്റെ സമീപനം ഒരുപക്ഷെ ഇനി ഒരു പാർട്ടി കോൺഗ്രസ്സൊക്കെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതിൻ്റെ സമീപനം തയ്യാറാക്കണം. പക്ഷേ അത് ഗോവിന്ദ മാഷ് കുറച്ചുകൂടി അവധാനത്തോടെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നത്. അതിനെ സംബന്ധിച്ച് ഒരുപാട് മാർക്സിസ്റ്റ് ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള പല ലേഖനങ്ങളും വളരെ ആഴത്തുള്ള ഗൗരവമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. എന്തിനു പറയുന്നു, ഈ ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാഷ് ആദ്യത്തെ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് AI സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യം തോന്നിയത് മാഷ് ഇത് ഒരു ലോക്കൽ റിപ്പോർട്ടർക്ക് പറ്റിയ ഇനിയിപ്പോൾ മാഷ് സംഗ്രഹിച്ച് എഴുതിയപ്പോൾ പറ്റിയ തെറ്റാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ വിഷ്വൽ കണ്ടപ്പോഴും മാഷിനെ തിരുത്തായിരുന്നപ്പോഴും നമുക്ക് മനസ്സിലായി മാഷ് അങ്ങനെ പറയുന്ന ഒരു വാസ്തവമായിരുന്നുള്ളത്. ഇന്ന് മാഷ് പറയുന്നത് ഒരു കാലങ്ങളായിട്ട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. അതായത് ഈ തൊഴിൽ തിന്നുന്ന പകരം നമ്മൾ പരിഹസിക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അതിനെ സംബന്ധിച്ച് ആ കാലത്ത് എങ്ങനെയാണ് പുതിയ ടെക്നോളജി ഒരു തൊഴിലിനെ ബാധിക്കുന്നത്, മനുഷ്യരെ ബാധിക്കുന്നത്, തൊഴിൽ ഇതാക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക സ്വാഭാവികമായിട്ട് ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിന് ഇവിടെ ഭയങ്കരമായിട്ട് പ്രവാചകന്മാരും ദീർഘവീക്ഷണ ആൾക്കാരൊക്കെ ഉണ്ട്. ആ കാലത്ത് അൽവിൻ ടോഫ്ലർ പോലും ഇന്നത്തെ ഹരാരി തന്നെ ഇപ്പോൾ തന്നെ അയാളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ള കാലത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കാൻ തെറ്റില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അപഹാസ്യമാം വിധത്തിൽ ഇതിനെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ ആൾക്കാർക്ക് പരിഹസിക്കാൻ ഒരു ഇട നൽകുന്ന വിധത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അതിൻ്റെ കത്ത് പ്രതിസന്ധിയിടുന്നത്. അതാണ് എനിക്ക് ഗൗരവമായിരുന്നത്. കാര്യം ഒരു ലെഫ്റ്റ് ക്രിട്ടിക് ഉണ്ട്, അല്ലെങ്കിൽ മാർക്സ് ക്രിട്ടിക്. തീർച്ചയായും മാഷ് പറഞ്ഞാൽ ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാത്രമല്ല, ശരിക്കും ഗ്രൂണ്ടറിസയിലാണ് ടെക്നോളജിയെക്കുറിച്ച് മാർക്സ് വിശദമായിട്ട് പറയുന്നത്. അത് ക്യാപിറ്റലിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടക്കത്തിൽ ഈ ടെക്നോളജി ഒരു കാലത്തും മാർക്സും എതിരായിരുന്നില്ല, മാർക്സിനും എതിരായിരുന്നില്ല. കാര്യം വൈദ്യുതി പ്ലസ് സോഷ്യലിസമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാണ് ലെനിൻ. അപ്പോൾ പുതിയ ടെക്നോളജിയോടൊക്കെ വളരെ തന്നെ കാര്യക്ഷമമായിട്ടും അതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത ഒരു രാഷ്ട്രീയ സംസ്കാരം, സൈദ്ധാന്തിക സംസ്കാരം മാർക്സ് മുതൽ തന്നെ മാർക്സിസ്റ്റുകൾക്കുണ്ട്. പക്ഷേ ഇവിടെ ഇതെങ്ങനെയാണ് ഇതിനെ സംഭവിച്ചത്, സമൂഹത്തെ ബാധിക്കാൻ പോകുന്നത്, തൊഴിലാളികൾ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് തുടങ്ങിയ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ നിലപാട് അതിനെ സമയം മുന്നോട്ട് വയ്ക്കും. കാര്യം ഇത് മുഴുവൻ രീതിയിൽ കുത്തകൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു മാഷെന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യമാണ്. സോഷ്യലിസ്റ്റിക് വഴിയല്ല, മറിച്ച് ഇതിനെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയാണ് ഇത് കുത്തകവൽക്കരണത്തിന് നയിക്കുന്നതും ഇത് പ്രൊപ്പറേറ്ററി റൈറ്റ്സ് അത് എല്ലാ കാലത്തും ഉന്നയിക്കപ്പെടില്ല, എല്ലാ ടെക്നോളജിയെക്കുറിച്ച് ഉന്നയിക്കപ്പെടില്ല. പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ആരുടെ തിരിക്കുന്നതും അത് ആ കുത്തകവൽക്കരണം എങ്ങനെയാണ് വലിയ തോതിൽ മനുഷ്യനിൽ നിന്ന് ഈ ടെക്നോളജി അകന്നു പോവുകയും മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റാതിലാവുകയും ഒരു വലിയൊരു വിഭാഗം ആൾക്കാരെ തൊഴിൽ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത്. ഞാൻ കൂട്ടത്ത് പറഞ്ഞോട്ടെ, മാർക്സിസ്റ്റുകൾ തന്നെ ഇതിനെ പോസിറ്റീവായിട്ട് മാഷ് പറഞ്ഞ പോലെ തന്നെ ഏത് സ്വഭാവത്തിലും മാർക്സിസ്റ്റുകൾ വരുന്നത് ലക്ഷറി കമ്മ്യൂണിസ്റ്റ് എന്ന പുസ്തകം തന്നെയാണ് ഇതിനെക്കുറിച്ചിട്ട്. കാര്യം എങ്ങനെയാണ് വലിയ തോതിലൊരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നത്തിലേക്ക് പോകാൻ പറ്റുന്നത്. കാര്യം അവിടെ ഈ കുത്തകവൽക്കരണത്തിന് വിമുക്തമായിട്ട് ഇത് എങ്ങനെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് പ്രൊപ്പറേറ്ററി റൈറ്റ്സ് ഇല്ലാത്ത വിധത്തിൽ എങ്ങനെയാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇതിലൊരു പുതിയ ആയി മാറുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചിട്ടും മാർക്സിസ്റ്റുകൾ സ്വപ്നം കാണുന്നുണ്ട്.
പക്ഷേ മാഷ് ഇതിനെ സമീപിക്കുന്ന രീതിയിൽ കുറച്ചും എൻ്റെ അഭിപ്രായത്തിലാണ് എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത്, ഇത്തരം വിമർശനം മാഷ്ക്ക് അവൈലബിൾ ആയിരുന്നു. ഇതൊരു പുതിയ കാര്യമല്ല, ഇത് മാഷ് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാര്യം ഇന്ന് ആഗോളതലത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ ചിന്തകരും മാർക്സിസ്റ്റുകളൊക്കെ തന്നെ കണ്ടമാനം പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഈ AI ക്യാപിറ്റലിസത്തെ കുറിച്ചും റോബോട്ട്സ് ആൻഡ് ഈ റോബോട്ടും ജനറേറ്റീവായും വ്യത്യസ്ത കാര്യമാണ്. എല്ലാവരും പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജനറേറ്റീവായും റോബോട്ടിക്സും സിംഗുലാരിറ്റിയൊക്കെ ഒന്നാണെന്ന് പലരും തെറ്റിദ്ധരിച്ചാണ് പലരും പറയുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മാഷ് പറയുന്ന സമയത്ത് പലപ്പോഴും യാന്ത്രികമായിട്ട് സമീപനം മാഷിൻ്റെ ആ ഞാൻ ഇത് എന്ന് പറഞ്ഞു ഈ യാന്ത്രികമായ സമീപനത്തിൽ നിന്ന് മാർക്സിൻ്റെ യാന്ത്രികമായ സമീപനത്തിൽ നിന്ന് സമീപിക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ തൊഴിലിൻ്റെ ബഗലിന് വ്യത്യസ്ത ഒരു കാര്യം പറയാം. ലിബറൽ ചിന്തകർ അതിപ്പോൾ എയുടെ ഉപജ്ഞാതാക്കൾ തന്നെ എയുടെ ഒരു ഭാവിയെക്കുറിച്ച് ഭീകരമായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ എല്ലാ മനുഷ്യ നരവംശത്തെ ബാധിക്കുമ്പോൾ കുറിച്ച് ആശങ്ക അവർ തന്നെ ഊഹിക്കുന്നത്. അത് ഗോവിന്ദമാഷ മാത്രമായി പറയല്ല, ഹരാരിയുടെ പുതിയ പുസ്തകം. പക്ഷേ ആവശ്യമില്ല. വരാം ശ്രീ ദാമോദർ പ്രസാദ്. ശ്രീ പണിക്കർ, ഇപ്പോൾ AI ബന്ധപ്പെട്ട് അതിൻ്റെ സ്ഥാപകർ തന്നെ അതുണ്ടാക്കാൻ പോകുന്ന മാറ്റം അത് എങ്ങനെയാണ് ആളുകളുടെ തൊഴിലിനെ ബാധിക്കുക എന്ന ആശങ്ക അവർ തന്നെ പ്രകടിപ്പിച്ചത് അതിൻ്റെ തുടക്കത്തിൽ കണ്ടതാണ്. ഇപ്പോൾ അതും കഴിഞ്ഞ് അത് കുത്തകളിൽ നിന്ന് മാറി ഏത് രൂപത്തിൽ വരുന്നു എന്നുള്ള കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയാണ്. പക്ഷേ AI ബന്ധപ്പെട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാകുന്ന ആശങ്ക സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവതരിപ്പിക്കുകയല്ലേ യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ ചെയ്തത്? അതിനെ കളിയാക്കേണ്ട ഒരു കാര്യമുണ്ടോ? ശ്രീമതി സ്മൃതി, ഈ വിഷയത്തിൽ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു ശ്രീ MV ഗോവിന്ദൻ അതിനെ അവതരിപ്പിക്കേണ്ടത്. പക്ഷെ അദ്ദേഹം അതിനെ വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. സാധാരണക്കാർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്ന രീതിയിലത്തേക്കായിരുന്നില്ല അദ്ദേഹം അതിനെക്കുറിച്ച് പറയേണ്ടത്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികമായിട്ടുള്ള പഠനങ്ങൾ റെഫർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ 2025 തന്നെ ഒരു കണക്കുണ്ട്. അതായത് 2025 ഒരു പ്രഡിക്ഷനാണ്. 85 മില്യൺ ജോലികൾ ഈ AI വരുന്നതോടുകൂടി ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് 97 മില്യൺ പുതിയ അവസരങ്ങൾ ഉണ്ടാകും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ആശങ്കയുടെ ഒരു അടിസ്ഥാനമുണ്ടോ? അങ്ങനെ ഒരു ആശങ്ക ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി നല്ല രീതിയിലത്തേക്കുള്ള ഒരു വിശദീകരണമാകുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? 60% ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും എന്നതിനപ്പുറത്തേക്ക് പുതുതായിട്ടുള്ള തൊഴിൽ സാധ്യതകളുണ്ട് എന്ന രീതിയിലത്തേക്ക് പറയുന്നില്ല. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിനെ തൊഴിൽ തിന്നുന്ന ബഗനായിട്ട് ഇവർ പണ്ട് സങ്കല്പിച്ചിരുന്നതുമായിട്ടുള്ള താരതമ്യം വരുന്നത്. അതായത് കമ്പ്യൂട്ടർ ഉണ്ടാകുമ്പോൾ കുറേയധികം പരമ്പരാഗതമായിട്ടുള്ള ജോലികൾ അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്നുണ്ടായിരുന്നുവെങ്കിൽ പുതുതായിട്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് എത്രത്തോളം തൊഴിലവസരങ്ങൾ ഇവിടെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് അന്നൊരു പക്ഷേ CPM കാര്യമായിട്ട് ചിന്തിച്ചിരുന്നില്ല. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിക്കോട്ടെ, പിന്നീട് അനുബന്ധമായിട്ട് വന്നിരിക്കുന്ന തൊഴിലവസരങ്ങളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ കമ്പ്യൂട്ടറുമായി ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അവസരങ്ങളായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ വന്നതോടുകൂടി ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഇല്ലാതിരുന്ന കാലത്ത് എത്രത്തോളം എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചോ അതിനേക്കാൾ കൂടുതൽ എംപ്ലോയ്മെന്റ് ഇന്ന് നമുക്ക് പറയാം, വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും തൊഴിൽ രംഗത്താണെങ്കിലും. അതേപോലെ ഇലോൺ മസ്ക് വളരെ വിഖ്യാതമായി പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളെ റീപ്ലേസ് ചെയ്യുന്നത് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കില്ല, മറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നാണ്. എന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷ് അവിടെ പറയേണ്ടിയിരുന്നത് സാങ്കേതിക വിദ്യ മാറുകയാണ്. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് നിങ്ങളുടെ സ്വന്തം സ്കില്ലിനെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിലൊരു CPM ക്രെഡിറ്റ് കൂടി എടുക്കാമായിരുന്നു. CPM സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടത്തിയിരിക്കുന്നത് കൊച്ചിയിലാണ് എന്ന് പറയാമായിരുന്നു. അപ്പോൾ കേരളത്തിലേക്ക് AI ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ആ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. KDISC, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവരുമായി ബന്ധപ്പെട്ട ഒരു AI ഇക്കോസിസ്റ്റം നമ്മളിവിടെ വളർത്തിയെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയാമായിരുന്നു. ഇനി ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ഇവിടെയുള്ള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ ആദ്യത്തെ സിലിക്കൺ പ്രൂവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിപ്പ് ഉണ്ടാക്കിയിട്ട് 10 ദിവസമേ ആയിട്ടുള്ളൂ. അത് പുറത്തു വിട്ടിട്ട് കൈരളി എന്ന പേരിൽ ഒരു AI ചിപ്പ് ഉണ്ടാക്കി എന്ന് പറയാമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങളെ ഇന്ന് CPM അല്ലെങ്കിൽ ഇടതുപക്ഷമൊക്കെ തന്നെ എംബ്രേസ് ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പറയുന്നതിന് പകരം അദ്ദേഹം എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ശ്രീ MV ഗോവിന്ദന്റെ നാച്ചുറൽ ഇന്റലിജൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് കാരണമാകും. ഇന്ന് അദ്ദേഹം പറയുന്നത് സമ്പന്നരുടെ ഇടയിൽ പണം കുമിഞ്ഞുകൂടുന്നതിന് വേണ്ടിയിട്ട് ഇത് കാരണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നാച്ചുറൽ ഇന്റലിജൻസ് ഇവിടെ പ്രവർത്തിക്കാത്തപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ വിഷയത്തിൽ ഒരല്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്വീകരിക്കാമായിരുന്നു, മറ്റുള്ള ആൾക്കാരോട് ചോദിക്കാമായിരുന്നു. ഇപ്പൊ ഈ 2 തിയറികൾ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് നോക്കൂ.
അതിൽ ആദ്യത്തെ തിയറിയെ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് സോഷ്യലിസ്റ്റ് എ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഗോവിന്ദൻ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഉള്ള അന്തരം കുറയുമെന്നാണ്. അതായത് 60% ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും, അവർക്ക് വേറെ തൊഴിലുകളില്ല. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുത്തക മുതലാളികളായിട്ടുള്ള ആൾക്കാർ പുറത്തിറക്കുന്ന പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് വലിയൊരു വിഭാഗം ആൾക്കാരില്ല, കാരണം അവരുടെ വാങ്ങൽ ശേഷി കുറഞ്ഞു. അപ്പോൾ ഈ സാധനം വിറ്റുപോകാത്തത് കൊണ്ട് ധനാഢ്യരായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് പണം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ഇൻകം കുറഞ്ഞു വരുന്നു, സാധാരണക്കാരന്റെ ഇൻകം നേരത്തെ തന്നെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥിതി സമത്വം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് സോഷ്യലിസം. ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ക്യാപിറ്റലിസമാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 150-200 വർഷം കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈം ലൈൻ എപ്പോഴാണ്, ഏത് രീതിയിലാണ് ഈ പറയുന്ന രീതിയിലത്തേക്കുള്ള ക്യാപിറ്റലിസം ഇതിൽ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടല്ല. കമ്പ്യൂട്ടറിന് എല്ലാ കാലത്തും എല്ലാ മേഖലകളിലും വലിയ സ്വാധീനം ഉണ്ടായതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനും സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ആൾക്കാർ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യൂ, അതിൻ്റെ ഒരു ഫ്രണ്ട് റണ്ണറാണ് കേരള സർക്കാർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമായിരുന്നു, സമൂഹത്തിൽ എത്രത്തോളം സ്ഥിരത ഉണ്ടാകുമായിരുന്നു, എത്രത്തോളം ആശങ്ക ഒഴിവാക്കാമായിരുന്നു. ഇവിടെ പകരം ഉണ്ടായിരിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഡയലക്ടിക്കൽ മെറ്റീരിയൽസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്കുള്ള വിരുദ്ധമായിട്ടുള്ള 2 ആശയങ്ങൾ പറയുകയും അദ്ദേഹം സ്വയം അപഹാസ്യനാവുകയും ചെയ്തു. ശ്രീജയേന്ദ്രൻ, ശരി ശ്രീജയേന്ദ്രൻ, ഇപ്പോൾ AI വികസനം ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കപ്പെടണം എന്നാണ് CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കരട് രാഷ്ട്രീയ പ്രമേയം പറയുന്നത്. ആ പ്രമേയം വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പറഞ്ഞതിൽ ഒരു മാറ്റം ഉണ്ടാക്കുകയാണോ യഥാർത്ഥത്തിൽ രണ്ടാമത് MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്? അങ്ങനെയല്ല സ്മൃതി. ഈ വിഷയത്തിനെ ഇപ്പോൾ ശ്രീ ദാമോദർ പ്രസാദ് ആദ്യം പറഞ്ഞതുപോലെ, സൂചിപ്പിച്ചതുപോലെ, ഇത് തീസിസോ ആൻറ്റി തീസിസോ അല്ലെങ്കിൽ ഇനി സിന്തസിസോ ഒന്നുമല്ല. അദ്ദേഹം അന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ജനുവരി 29-30 അത് പറഞ്ഞത്. അത് വായിച്ചാൽ തന്നെ, ഇപ്പോഴും വായിച്ചാൽ 100-200 കൊല്ലത്തിന് ശേഷം എനിക്കൊക്കെ സംഭവിക്കാമെന്ന് പറഞ്ഞ് ഒരുതരം സറ്റൈറിക്കലായിട്ടാണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രതികരണം ഞാൻ വായിച്ചത്. 100-200 കൊല്ലം കഴിഞ്ഞ് നടക്കാനിടയുള്ള ഒരു സംഭവ വികാസം എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ആണ് അദ്ദേഹം അന്നത് പറയുന്നത്. അന്നത് പറയുമ്പോൾ ഈ സമ്പന്നർക്കിടയിൽ ഈ ഉപഭോഗ വസ്തുക്കൾ ഇങ്ങനെ വാങ്ങാൻ ആളില്ലാതെ കെട്ടിക്കിടക്കുകയും അങ്ങനെ സമ്പന്നരും ദരിദ്രരും അല്ലെങ്കിൽ ഇടത്തരക്കാരും തമ്മിലുള്ള അന്തരം കുറയുന്ന ആ ഒരു സങ്കല്പമാണ് അദ്ദേഹം സറ്റൈറിക്കലായിട്ട് പറഞ്ഞതെന്നാണ് ഞാൻ അന്ന് വായിച്ചപ്പോഴും ഇപ്പോൾ വായിക്കുമ്പോഴും തോന്നുന്നത് അങ്ങനെയാണ്. അതല്ലാതെ അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും തീസിസിൻ്റെ ഒരു എലമെൻ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല അന്നും. 100-200 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ഗോവിന്ദൻ മാഷുടെ ഒരു കാഴ്ചപ്പാടാണ് അന്ന് പങ്കുവച്ചത്. പക്ഷേ ഇന്ന് തീർത്തും വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ പിന്നെ ഈ വാനിഷിംഗ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്സ് എന്നൊരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് AI കുറിച്ച് ഇന്ന് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ഷേമരാഷ്ട്രങ്ങളുടെ അവസാനമാകുന്നു ഇത് മൂലം, ഈ AI മൂലം. അതെങ്ങനെയൊക്കെയാണ്? അതിന് പല ഘടകങ്ങളായിട്ടാണ് പറയുന്നത്. ഇത് AI മാത്രം ചേർത്തല്ല അവർ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നിലവിൽ. അത് 1-2 ലോകമഹായുദ്ധങ്ങൾ, അതിനുശേഷമുള്ള കോൾഡ് വാറിൻ്റെ സമയം, അതിനുശേഷമുള്ള ഇമ്പീരിയലിസം, അതിനുശേഷമുള്ള നാറ്റോയുടെ വരവ്, അതിനുശേഷമുള്ള IMF, വേൾഡ് ബാങ്ക് ഒക്കെ ചേർന്നിട്ടുള്ള നെക്സസ്, ഇതെല്ലാം കൂടെ അടങ്ങുന്ന ഒരു വലിയ ഒരു സംവിധാനമായിട്ടാണ് ഈ ക്ഷേമരാഷ്ട്രങ്ങളുടെ അവസാനം എന്നുള്ള സങ്കല്പത്തിൻ്റെ അകത്തേക്ക് ഈ AI ചർച്ചയും കൂടെ കടന്നു വരുന്നത് ഇപ്പോൾ. അപ്പോൾ അതേസമയം തന്നെ മറ്റൊരു വൈരുദ്ധ്യമുണ്ട്, അതും കാണണം. എങ്ങനെയാണ് ഡീപ് സീക്കിനെ അപ്പോൾ ചർച്ച ചെയ്യുക? ചൈന ഒരു മുതലാളിത്ത രാഷ്ട്രമായിട്ടല്ലല്ലോ CPM അടക്കം വിലയിരുത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡീപ് സീക്കിൻ്റെ ഇൻ്റർവെൻഷനെ എങ്ങനെ കാണുന്നു എന്നുള്ള പ്രശ്നം വേറെ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റേ ചർച്ചയാണ് ഗൗരവമായിട്ട് നിൽക്കുന്നത്, ഈ ക്ഷേമരാഷ്ട്രം ഇല്ലാതാവുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. അത് ഇന്ത്യയിൽ അതിൻ്റെ വേണ്ടത്ര വികാസം പ്രാപിച്ച ഒരു ചർച്ച പോലും ഇതുവരെ തുടങ്ങിയിട്ടില്ല. എങ്ങനെയാണ് AI, എന്താണ് AI? പിന്നെ മറ്റേ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം താങ്കൾ പറഞ്ഞല്ലോ. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മുദ്രാവാക്യമുണ്ട്, പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു തുടക്കമുണ്ടായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ കാലത്ത്. അത് CPMകാർ മാത്രമല്ല, ആലപ്പുഴയിലെ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ CPMകാർ മാത്രം ഉപയോഗിച്ച ട്രാക്ടറിനെതിരായിട്ടും കമ്പ്യൂട്ടറിനെതിരായിട്ടും നടത്തിയ സമരമല്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസ്സുകാരും നടത്തിയ സമരമാണ് അത്. ഈ പറഞ്ഞ മുദ്രാവാക്യം വന്ന് അവരും ഉയർത്തിയിരുന്നു. വ്യാപകമായിട്ട് ആശങ്ക ഉണ്ടായിരുന്നു ആ സമയത്ത്. കാര്യം എന്താണ് കമ്പ്യൂട്ടർ എന്ന് അറിയാൻ വയ്യാതെ പക്ഷേ അന്ന് വന്ന കമ്പ്യൂട്ടറിൻ്റെ എത്രയോ ഇരട്ടി ശേഷിയുള്ള മൊബൈൽ ഫോണാണ് നമ്മളുടെ കയ്യിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്.
അത് മറ്റൊരു യാഥാർത്ഥ്യം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ മുംബൈ IIT ഇറങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് പോലും, കേരളത്തിലെ കോഴിക്കോട് ഒരുപാട് പേരുണ്ട്, മുംബൈ IIT ഇറങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് പോലും തൃപ്തികരമായ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അവസ്ഥ ഇന്ത്യയിലുണ്ട്, മുംബൈയിലുണ്ട്. ആ ഒരു സ്ഥിതി നിലവിൽ വന്നു കഴിഞ്ഞു. ഇതെല്ലാം ഇതിൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള AI ഭാഗമാണെന്നോ എന്നോ അന്ധമായി വിലയിരുത്തേണ്ടതില്ല. പക്ഷേ ഇത്തരം സ്വാധീനങ്ങൾ എവിടെയും പ്രകടമാണ് എന്നുള്ള സാഹചര്യത്തിൽ കൂടിയാണ് ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൻ്റെ വാനിഷിങ്ങിലേക്ക് ചർച്ചകൾ കൂടുതൽ ഗൗരവതരമായി രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ ഒന്നാകെ ഗോവിന്ദൻ മാഷ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും വീക്ഷണങ്ങളും ഉൾച്ചേർത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കാം. പക്ഷേ ശ്രീ ജയേന്ദ്രൻ, രണ്ട് തവണത്തെ പ്രതികരണങ്ങളും വ്യത്യസ്തമായിരുന്നില്ലേ? AI വരുന്നു, എല്ലാ തരത്തിലും തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കുന്നു, അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു, ആ പൊട്ടിത്തെറിയിൽ നിന്നും ആ വൈരുദ്ധ്യത്തിൽ നിന്നും സോഷ്യലിസം ഉണ്ടാകുന്നു. അത് വളരെ പെട്ടെന്ന് നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ നാളെ മറ്റന്നാൾ പിന്നീട് അത് സംഭവിക്കാനിരിക്കുന്നു. ഇതല്ലേ ആദ്യം പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് അങ്ങനെയാണോ? അല്ല, ഞാനതാണ് പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഗോവിന്ദൻ മാഷ് ആദ്യം പറഞ്ഞത് അല്ല ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ ഒരു തീസിസോ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ആൻറ്റി തീസിസ് നിർമ്മിക്കുകയോ ആയിരുന്നില്ല. അദ്ദേഹം അത് ആ വിഷയത്തെ സറ്റേറിക്കലായിട്ടാണ് അന്ന് പ്രൊജക്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ധരിക്കുന്നത്. അങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് അതിൻ്റെ ഒരു നിലവിലുള്ള ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുതിയ തലമുണ്ട്. ആ തലത്തിൻ്റെ ഒരു അടിസ്ഥാന ധാരയിലേക്ക്, ആ അടിസ്ഥാന തലങ്ങളിലേക്ക് മുഴുവൻ വന്നുവെന്നേ അല്ല, അത് ഈ വിമർശനം വന്ന ശേഷം പാർട്ടി കോൺഗ്രസിന്റെ കരട് രേഖ, അത് ആ കരട് രേഖ വന്നതിൽ അതിന്റെ വ്യക്തത മനസ്സിലായ ശേഷം അദ്ദേഹം നിലപാട് മാറ്റിയതല്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. വിമർശനം വന്നു, പരിഹാസം വന്നു, ട്രോളുകൾ വന്നു. കരട് രേഖയുടെ ഇനി ഒരുപാട് കാര്യങ്ങൾ അല്ല, അതിൻ്റെ അകത്തൊന്നും അതിനെ അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ അതിൻ്റെ ഈ ഉന്നയിച്ച കാര്യത്തിൻ്റെ മെറിറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ അതൊരു ഒരു വീക്ഷണമാണ്. അതല്ല അതിൻ്റെ ട്രോളുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് മറ്റൊരു വീക്ഷണമാണ്. ഞാൻ അതിന്റെ വീക്ഷണമല്ല, അങ്ങനെ വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ അതിൽ പിന്നീട് മറ്റൊരു വ്യക്തത വരുത്തുന്നത്. പാർട്ടിയുടെ യഥാർത്ഥ നിലപാട് ഇങ്ങനെയാണ് എന്ന വ്യക്തതയിലേക്ക് അദ്ദേഹത്തിന് ലളിതമായി പറയാൻ പറ്റുമെങ്കിലും ആദ്യവും പറയാമല്ലോ. അദ്ദേഹം രണ്ടാമത് പറയുന്നതും ലളിതമായിട്ടാണ്, അദ്ദേഹത്തിന്റെ ഭാഷയിലാണ്, അദ്ദേഹത്തിന്റെ ശൈലിയിലാണ്. ആ ശൈലി ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്നതാണെന്നാണ് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾക്ക് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും അത് ഓരോ രീതിയിൽ മനസ്സിലാക്കുന്നു. ചിലർക്കത് കളിയാക്കാനുള്ള വകയാകുന്നു. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഇപ്പോൾ പാർട്ടി അതിനെ എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു, ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണോ യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ അതിനെ അവതരിപ്പിച്ചത്? ശ്രീ ജയേന്ദ്രൻ, പാർട്ടിയുടെ ഇക്കാര്യത്തിലുള്ള ഒരു നിലപാടിലേക്ക് CPM ഇതുവരെ കടന്നിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് അതിന്റെ പ്രാഥമിക അടിസ്ഥാനതല വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാഥമിക ധാര പോലും ആവുന്നത്. ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിലെ 8-ാം പേജിൽ പറയുന്നുണ്ട് കേട്ടോ, AI വികസനം ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കപ്പെടണം. അതായത് ജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള AI വേണ്ട, ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കപ്പെടണം. അല്ല, അതൊക്കെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ളൊരു വീക്ഷണം മാത്രമല്ലേ, വളരെ അബ്സ്ട്രാക്ട് അല്ലേ അത്. ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ഒരു സംഗതി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ശരി, അപ്പോഴും അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നുള്ളത് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് മാറ്റമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ VK ശശിധരനിലേക്ക്. അദ്ദേഹം അധ്യാപകനാണ്, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ശ്രീ ശശിധരൻ, താങ്കൾ ഈ AI-യിൽ നല്ല പഠനം നടത്തിയിട്ടുണ്ട്. താങ്കളുടെ ലേഖനം ഞാൻ വായിക്കുകയും ചെയ്തു. ഇപ്പോൾ CPIM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നതിൽ AI വികസനം ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കണമെന്നുള്ളതാണ്. മുൻപാണെങ്കിൽ സാങ്കേതിക മേഖലയിലെ വികസനത്തെ ഒറ്റയടിക്ക് അത് തൊഴിലാളി വിരുദ്ധം എന്ന രൂപത്തിൽ തള്ളിക്കളയുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പിന്നീട് വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM അങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്നില്ല. അതാണ് പാർട്ടി രേഖയിൽ നിന്ന് വ്യക്തമാകുന്നത്, ഉള്ള രാഷ്ട്രീയ പ്രമേയത്തിലെ വാചകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ MV ഗോവിന്ദന്റെ പ്രതികരണം ആ രൂപത്തിൽ ആണോ? അങ്ങനെയാണോ താങ്കൾക്ക് മനസ്സിലായത്? സത്യത്തിൽ ഗോവിന്ദൻ മാഷുടെ നിരീക്ഷണങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. ഞാൻ പലരോടും ചോദിച്ചു അത് ഏത് രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. വാസ്തവത്തിൽ ഇപ്പോൾ ജയേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ
ഇതിനകത്ത് ഏതാണ് അബ്സ്ട്രാക്റ്റ്, ഏതാണ് കോൺക്രീറ്റ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒരു AI ബൂം ഇപ്പം ഉണ്ടായി വന്നിട്ടുണ്ട്. 1950 മുതൽ തുടങ്ങിയതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പറ്റിയിട്ടുള്ളൊരു ഗവേഷണവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ChatGPT രംഗത്ത് വന്നതോടുകൂടി ആളുകൾക്ക് ഇയാൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നുണ്ട്, യന്ത്രന്മാർ നാളെ നമ്മളെ കയ്യേറിക്കളയും എന്നുള്ളൊരു തോന്നലുണ്ട്. അതായത് എക്സിസ്റ്റിംഗ് സോഷ്യോ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റിനകത്തേക്ക് ഒരു ടെർബുലൻസ് ഉണ്ടാക്കാൻ AIക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിയുമ്പോൾ തന്നെ AI ഉണ്ടാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന്, കമ്പ്യൂട്ടിംഗ് പവർ വേണം, കമ്പ്യൂട്ട് ചെയ്യാൻ ആവശ്യമായ പവർ വേണം. രണ്ടാമത് ഡോളറിൻ്റെ കൂമ്പാരം വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ AI ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല എന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ തെളിയിച്ച സാധനം വെച്ച് ഈ മൈക്രോസോഫ്റ്റ് ആയാലും ഗൂഗിൾ ആയാലും ഡീപ് സീക്കിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ പ്രോഡക്റ്റുകളിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ മൊത്തത്തിലൊരു മാറ്റം വന്നു. ഇവിടെ എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയകാല അധ്യാപകൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഈ അധ്വാനം ചെലുത്താനുള്ള ഉൽപ്പാദനോപാധി, അധ്വാനത്തിൻ്റെ മൂല്യം, മിച്ചമൂല്യം, ഇത് പണ്ട് പറഞ്ഞു പഠിച്ചതാണ് കുറേ കാര്യങ്ങൾ. ഇതെന്താണ് ഈ അധ്വാനം, എന്താണ് ഈ ഉൽപ്പാദനോപാധിയുടെ അധീശത്വം ആർക്കാണ്? ഇപ്പോൾ ഇവിടെ എന്താണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ ChatGPT എന്ന് പറയുന്നൊരു സംഗതിയാണ്, അല്ലെങ്കിൽ ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. ഇവിടെ ഉൽപ്പാദനോപാധി എന്താണ്? ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് പവറാണ്. അതായത് ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളാണ്. ഗ്രാഫിക്കൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ മൊണോപ്പൊളിയാണ്. ഈ മൊണോപ്പൊളി ഇവിടുന്ന് മാറാൻ പാടില്ല, അതിന് കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ചൈനയിലേക്ക് ഈ പ്രോസസ്സറുകൾ കയറ്റി അയക്കരുത് എന്ന് അവർ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചൈനയിലേക്ക് ഈ പ്രോഡക്റ്റ് കയറ്റി അയക്കുന്നില്ല. അപ്പോൾ ചൈനയുടെ കയ്യിൽ കമ്പ്യൂട്ടേഷൻ പവറില്ല. പിന്നെ അവരെന്ത് ചെയ്തു? പിന്നുള്ളത് അധ്വാനമാണ്. അധ്വാനം എന്ന് പറയുന്നത് പണ്ട് ഒരു ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് ഒരു തയ്യൽ കടയായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ അധ്വാനം ചെലുത്തുന്നത് അവിടെ ചവിട്ടുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉൽപ്പാദനോപാധി എന്താണ്? ഉൽപ്പാദനോപാധി എന്ന് പറയുന്നത് ഈ പ്രോസസ്സിംഗ് പവറാണ്. രണ്ടാമത് അധ്വാനമാണ്. അധ്വാനം എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പവർ കൂടിയാണ്. അപ്പോൾ ഈ ഇൻ്റലക്ച്വൽ പവർ ചെലുത്തുന്നത് ആരാണ്? അത് ഈ തൊഴിലാളിയാണ്. അതായത് ഉൽപ്പാദനോപാധി കയ്യിലുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും അതിനകത്തേക്ക് ഒരു ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തണമെന്നും ആ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ മാർക്സിയൻ ഐഡിയോളജി വെച്ച് ഇതിനെ അധ്വാനം എന്ന കാറ്റഗറിയിൽ പെടുത്തണോ എന്നൊരു ചോദ്യം വരും. അങ്ങനെ ചോദിക്കുമ്പോഴാണ്, അല്ല, ഇവിടെ ആരാ തൊഴിലാളി? ഡീപ് സീക്കിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ പ്രോസസ്സിംഗ് പവർ എന്ന് പറയുന്നത് പണ്ടെന്നോ ബാക്കി കിടന്നിരുന്ന കുറച്ച് പഴയ പ്രോസസ്സറുകളാണ്. NVIDIA പുറത്തിറക്കിയിട്ടുണ്ടായിരുന്ന പഴയ ഓൾഡ് ജനറേഷൻ പ്രോസസ്സറുകളാണ്. അവർ ഹൈഫ്ലെയർ എന്ന് പറയുന്ന ഒരു സാധാ കമ്പനി, അവർ ഒരു ഹെഡ്ജ് കമ്പനി മാത്രമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രോസസ്സിംഗ് പവറിൻ്റെ ആവശ്യം അവർക്കില്ല. അവരുടെ ചൈനയിൽ നിന്നുള്ളതല്ല പ്രോസസ്സറുകൾ അമേരിക്കയിൽ നിന്നുള്ളത് തന്നെയാണ്. NVIDIAയുടെ പ്രോസസ്സറുകൾ തന്നെയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ ആ മിച്ചം വന്ന ഉൽപ്പാദനോപാധി അവിടെ വൃഥ കിടക്കുകയാണ്. ആ ഉൽപ്പാദനോപാധി അവരെന്ത് ചെയ്തു? അവരൊരു സൈഡ് കിക്ക് കൊടുത്തു, അവരൊരു സൈഡ് ബിസിനസ് ആരംഭിച്ചു. അങ്ങനെയാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പ് കമ്പനി വരുന്നത്. അപ്പോൾ അത്ര വലിയ ഡോളർ കൂമ്പാരം ഇല്ലാതെ തന്നെ ഉള്ള പ്രോഡക്റ്റ്, ഉള്ള ഉൽപ്പാദനോപാധി വെച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇൻ്റലക്ച്വലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഈ ഡോളർ കൂമ്പാരത്തേക്കാൾ ഒരു പടി ഉയർന്നു നിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നവർ കണ്ടെത്തി. അതാണ് NVIDIAയുടെ സ്റ്റോക്ക് മാർക്കറ്റ്, NVIDIAയുടെ മൂല്യം താഴേക്ക് കൂപ്പുകുത്താനുണ്ടായ കാരണം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? വാസ്തവത്തിൽ ഗോവിന്ദമാഷ് പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ലാതാവും, മുതലാളിത്തം ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ അങ്ങനെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യം പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കും. അവസാനം തൊഴിലാളി കുത്തുവാള എടുക്കും, വാങ്ങാൻ ആളില്ലാതാവും. വാങ്ങാൻ ആളില്ലാതായി കഴിഞ്ഞാൽ മുതലാളി എന്ത് ചെയ്യും? മുതലാളി മേലോട്ട് നോക്കിയിരിക്കും. അപ്പോൾ തൊഴിലാളിക്ക് പിന്നെ ജീവിക്കണ്ടേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രക്ഷോഭങ്ങൾ ആവശ്യമായി വരും. പ്രക്ഷോഭമോ അല്ലെങ്കിൽ പിന്നെ സമരങ്ങളോ ആവശ്യമായി വരും. അങ്ങനെ ഒരു ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സോഷ്യലിസത്തിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, കൊറ്റിയെ പിടിക്കാൻ തലയിൽ വെണ്ണ വയ്ക്കുന്നത് പോലെ നമുക്ക് സോഷ്യലിസത്തിലേക്ക് ഒരു വഴി വെട്ടി തുറക്കാൻ പറ്റും. ഇങ്ങനെ അല്ലാതെയും സോഷ്യലിസത്തിലേക്ക് ഒരു വഴി വെട്ടി തുറക്കാൻ പറ്റും എന്നാണ് ഈ ഒരു കൊച്ചു. നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കുറച്ച് സമയം എടുക്കും, പക്ഷെ അത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു പക്ഷേ 2-3 വർഷത്തിനകം തന്നെ ഈ ഒരു അമേരിക്കൻ കുത്തകയ്ക്ക് പറഞ്ഞോളൂ കേൾക്കുന്നില്ല 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ 2-3 വർഷത്തിനകം തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് റേസിന് ഒരു അന്ത്യം വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഗോവിന്ദമാഷ് പറഞ്ഞ രീതിയിലല്ലെങ്കിൽ പോലും ഗോവിന്ദമാഷ് പറഞ്ഞ ആത്യന്തിക ഫലത്തിലേക്ക് ഒരു പക്ഷേ എത്തിച്ചേരാൻ കഴിയും. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ AI വാർ എന്ന് പറയുന്നൊരു സംഗതി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എവിടെയാണ് ഇതിനകത്ത് കോമ്പറ്റീഷൻ വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചത്? അമേരിക്കയുടെ സിലിക്കൺ വാലി ഭീമന്മാരുമായിട്ട് ആർക്കും കോമ്പറ്റീഷൻ പാടില്ല. അതായത് എലോൺ മസ്കിന് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, NVIDIAക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്, മൈക്രോസോഫ്റ്റിന് കോമ്പറ്റീഷൻ ഉണ്ടാവരുത്. ആ കോമ്പറ്റീഷനൊക്കെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് തരാം എന്ന് ട്രംപ് തീരുമാനിക്കുകയും പറയുകയും ചെയ്യുന്നു. പക്ഷേ ചൈനയിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. 29-ാം തീയതിയാണ് ചൈനയിൽ അവരുടെ ഇ-കോമേഴ്സ് ഭീമനായിട്ടുള്ള ആലിബാബ അവരുടെ AI പ്രോഡക്റ്റ് പുറത്തിറക്കുന്നത്. 12 കമ്പനികൾ ഇന്ന് ചൈനയിൽ പരസ്പരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് സംവിധാനത്തിനകത്ത് ഈ 12 കമ്പനികൾക്കും പരസ്പരം കോമ്പീറ്റ് ചെയ്യാനുള്ള അന്തരീക്ഷം, മത്സര അന്തരീക്ഷം ആഭ്യന്തരമായി സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ആ ആഭ്യന്തരമായ കോമ്പറ്റീഷൻ്റെ അന്തരീക്ഷത്തിൽ നിന്നാണ് പുതിയ പ്രോഡക്റ്റുകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 29-ന് വന്ന പ്രോഡക്റ്റ് മാത്രമല്ല, ഇന്നും ചൈനയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മളുടെ ഓപ്പൺ മാർക്കറ്റിലേക്ക് ലഭ്യമായിട്ടില്ല എന്ന് മാത്രമേ. വിപ്ലവത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി അറിയാതെ പോയോ എന്നുള്ളതാണ് സംശയം. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ദാമോദർ പ്രസാദ്, ഇപ്പോൾ കേരളയിൽ അപ്പം കൊണ്ടുപോകുന്ന കാര്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നീട് വലിയ രീതിയിൽ തമാശയാക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പരിഹാസ രൂപത്തിൽ ട്രോളുകളായി വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെയാണോ ഇപ്പോൾ AI വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും മാറിയിരിക്കുന്നത്? സോഷ്യലിസം കൊണ്ടുവരും എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കും. അതിനെ ഖണ്ഡിക്കുന്ന പുതിയ വിവരങ്ങൾ ഇപ്പോൾ ശശിധരൻ മാഷെ പോലുള്ള ആളുകൾ പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് അതിൽ എത്രത്തോളം ബോധ്യമുണ്ട്, പ്രത്യേകിച്ച് ചൈനയിൽ വന്നിരിക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റം എന്നുള്ളത്? ഈ ചൈനയിലെ വിപ്ലവകരമായ മാറ്റത്തൊക്കെ പറഞ്ഞപ്പോൾ ടെക്നോളജി, ഇതിൽ 2 വിഷയമുണ്ട്. ടെക്നോളജിയെക്കുറിച്ച് സംസാരിച്ചു, ക്യാപിറ്റൽ സംസാരിച്ചു, ഗോവിന്ദമാഷ വിഷയം. ഈ ടെക്നോളജി സംസാരിക്കാൻ ബിഗ് ഡാറ്റ, ലാർജ് ലാംഗ്വേജ് മോഡൽ തുടങ്ങി നമ്മൾ ജനറേറ്റീവ് AI കുറിച്ച് സംസാരിക്കും, റോബോട്ടിക്സെ കുറിച്ചൊന്നും അല്ല സംസാരിക്കുന്നത്. ജനറേറ്റീവ് AI കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്നായിരം ഈ ഡാറ്റ കോർപ്പസ്, ഇപ്പോൾ ചൈന ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് ഡീപ്സീക്കിൽ ചോദിച്ചാൽ ദേശാഭിമാനി എഡിറ്റർ പോലെയായിരിക്കും ഡീപ്സീക്ക് പ്രവർത്തിക്കുക. അത്രയും സ്റ്റുപ്പിഡാണ്. ടിയാൻമെൻ സ്ക്വയർ ഡീപ്സീക്കിൽ കിട്ടില്ല. അതുപോലെ ChatGPT അതുപോലെ ടിയാൻമെൻ സ്ക്വയറിനെ കുറിച്ച് പറഞ്ഞാൽ ChatGPT ടിയാൻമെൻ സ്ക്വയറിൽ നിന്ന് പഴയ ചരിത്രമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഹൈലി ബയസ്ഡായ ഡാറ്റയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് അനാവശ്യമായിട്ട് ഇതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യണ്ട. അതിന് വല്ലാതിലും കാര്യം അത് ശരിയാണ്. ടെക്നോളജിക്കലായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മുടെ മൂഡ്സ് ലോക്ക് അനുസരിച്ച് ടെക്നോളജിക്കുള്ള വലിയൊരു എന്താ പറയുക ലീപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് കൊണ്ട് നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട തൽക്കാലം സ്ഥിതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 ക്യാപിറ്റൽസൊക്കെ കഴിഞ്ഞ ടെക്നോളജി. ചിലപ്പോൾ ഉദാഹരണത്തിന് ഗോവിന്ദമാഷ് പറയുന്നു ക്ലൈമറ്റ് ചേഞ്ച്, മുതലാളിത്തത്തിൻ്റെ തകർച്ചയാണ് ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ എല്ലാവരും ഭയപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഉണ്ട്. ആക്സലറേഷനിസം എന്ന് പറയുന്നൊരു പുതിയ ഫിലോസഫി ഉണ്ട് മാർക്സുമായി ബന്ധപ്പെട്ട്. അതിൽ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് വളരെ പുരോഗമനകര കാര്യമാണ്. കാര്യം അറിയോ, ഇത് ആദ്യമേ ക്യാപിറ്റലിസ്റ്റ് തകരാൻ പോവാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ എപ്പോകാലിപ്റ്റിക് ആയിട്ടുള്ള പലതരത്തിലുള്ള ചിന്തകളും പലതുണ്ട്. അത് വേറെ ആ ഡിബേറ്റിംഗ് പോയിന്റ് ആണോ എനിക്ക് നല്ല ടെക്നോളജിയെ കുറിച്ച് പറയാൻ നമുക്ക് ഡീപ്പായി പറഞ്ഞാൽ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എങ്ങനെയാണ് ജനറേറ്റീവ്. എനിക്ക് അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോണ സമയം എനിക്ക് തോന്നുന്നില്ല. കാര്യം അതൊക്കെ വെറുതെ നമുക്ക് ഉള്ള ഡിബേറ്റ്. അത്
വേറെ തരം ഇൻ്റലക്ച്വൽ ഡിബേറ്റും കുറച്ച് വേറാണ്. എനിക്ക് ശ്രീജിത്ത് പറഞ്ഞ കാര്യത്തിൽ ചെറിയ കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ശ്രീജിത്ത് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതായത് ഗോവിന്ദൻ മാഷ് പ്രായോഗികമായിട്ടല്ല പറഞ്ഞത്. അവിടെയാണ് എനിക്ക് ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ജയേന്ദ്രൻ സാറിനോട് എനിക്ക് യോജിപ്പുണ്ട്. ജയേന്ദ്രൻ സാറ് പറയുന്നത് CPM വേണ്ടി അദ്ദേഹം അനുകൂലിക്കുകയാണെങ്കിൽ, പക്ഷേ ഗോവിന്ദൻ മാഷ് സ്റ്റാൻഡപ്പ് കോമഡിയൻ ആക്കേണ്ടിയിരുന്നില്ല. കാര്യം സാറ്റയർ പറഞ്ഞു ആ കണ്ടത്. ഗോവിന്ദൻ മാഷ് സാറ്റയർ പറയുമോ? അപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയനാണോ ഗോവിന്ദൻ മാഷ്? എന്താണ് ഈ ജയേന്ദ്രൻ സാറ് പറയുന്നത്? അതൊക്കെ വളരെ മോശമല്ലേ? അപ്പോൾ അതൊന്നല്ല, ഗോവിന്ദൻ മാഷ് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആ വിഷ്വൽ കണ്ടു, വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സംശയമില്ല, ഗോവിന്ദൻ മാഷ് സ്ഥിരം പ്രസ്താവന, ഒരു സംശയമില്ല. അതും പറഞ്ഞു അദ്ദേഹം. പ്രധാനപ്പെട്ട കാര്യം മാഷയെ വിഭാവന ചെയ്തതിന് ടെക്നോളജി വരുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ലക്ഷറി കമ്മ്യൂണിസ്റ്റ് ഒരു ഫിലോസഫി ഉണ്ട്. ഞാൻ ഇല്ല പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ എങ്ങനെയുണ്ട്. കാര്യം ഈ ടെക്നോളജി വരികയും ഈ എന്താ പറയുക ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഈ സാമൂഹ്യ അന്തരം കുറഞ്ഞു വരികയും അതങ്ങനെ ഒരു ധാരണ. പക്ഷേ അതിന് മാഷ അവതരിപ്പിച്ചത് വേറെ ഇതിലായി പോയി എന്ന് മാത്രം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ അകത്ത് അത് ഗോവിന്ദ മാഷ ശൈലിയെ ബന്ധപ്പെട്ട കൂടിയ കാര്യമാണ്. അതാണ് ശ്രീജിത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ CPM സെക്രട്ടറിമാരപ്പോൾ എൻ്റെ കണ്ടറിവിൽ AK നേരം മുതൽ VS ആണെങ്കിലും VS പിന്നെ എനിക്ക് കുറച്ച് ഫ്രീ സോഫ്റ്റ്വെയർ മനസ്സിലായില്ലെങ്കിൽ VS ആൾക്കാർ എഴുതി കൊടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക്. പക്ഷേ എന്നിരുന്നാൽ റിച്ചാർഡ് സ്റ്റോൾമാൻ എന്നൊക്കെ VS പറയാറുണ്ട്. പക്ഷേ എങ്കിലും അപ്പോൾ നമ്മൾ കാണുന്നതിനും പിണറായി വിജയൻ ഇവരൊക്കെ കോടിയേരി ബാലകൃഷ്ണൻ നമ്മൾ സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ പ്രായോഗികമായിട്ടാണ് ഒരു പത്രസമ്മേളനം അഡ്രസ്സ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കാണാം. അവർ സ്ഥിര പത്രസമ്മേളനം വളരെ പ്രായോഗികമായിട്ടാണ് അവർ വളരെ ഒരു കോമൺ സെൻസിൻ്റെ ഭാഷയിൽ എന്നാൽ ഇടതുപക്ഷ പുഷ് എന്നുകൊണ്ട് പറയാം. പക്ഷേ ഗോവിന്ദൻ മാഷ് വളരെ വ്യത്യസ്തമായിട്ട് ഒരു പഴയ കമ്മ്യൂണിസ്റ്റ് ഒരു EMSൻ്റെ കാലത്തേക്കുള്ള ഒരു ധാരണയായിരിക്കും അദ്ദേഹം സൈദ്ധാന്തികമായിട്ട് കാര്യം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വളരെ കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് കാര്യം സാമാന്യ ജനങ്ങൾ മാർക്സിസത്തിന് ലെനിനിസോ ഡയലക്റ്റിക് മെറ്റീരിയൽസോ ഒരു തവണ അധ്വാന ശക്തിയും രണ്ടാണെന്ന് മാഷ് പറഞ്ഞു. ശരിയാണത്, മാർക്സിസ്റ്റ് കാഴ്ചപ്പാട് ശരിയാണ്. പക്ഷേ അത് സാധാരണ ആൾക്കാർക്ക് അധ്വാന ശക്തിയും എങ്ങനെയാണ് മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ മാഷ് സൈദ്ധാന്തികമായിട്ട് പലപ്പോഴും അവതരിപ്പിക്കാറ്. പക്ഷേ ആ സൈദ്ധാന്തിക പലപ്പോഴും ചെന്നെത്തുന്നത് എങ്ങനെയാ വെച്ചാൽ യാന്ത്രികമായ ഒരു അപ്ലിക്കേഷനിലേക്ക് പോകുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു യാന്ത്രികത ഇതിൻ്റെ അകത്തും വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വ്യക്തമായൊരു ഫിലോസഫി ഉണ്ട്. അത് അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്ക് ഏത് ടെക്നോളജിയെക്കുറിച്ചും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോഴും ആവർത്തിക്കും. ഏത് പുതിയ ടെക്നോളജി വരും, അത് ട്രാക്ടർ വന്നാലും ശരി കമ്പ്യൂട്ടർ വന്നാലും ശരി അത് ഉന്നയിക്കും. കാര്യം എത്ര ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അവർ എല്ലാവരും റീസ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, എല്ലാവരും അപ്സ്കിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. പരമ്പരാഗത തൊഴിൽ മേഖലയിലൊക്കെ വലിയ തോതിലുള്ള പട്ടിണിയും പരിവട്ടൊക്കെ വരാൻ സാധ്യത പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഇതിനെ ട്രഡീഷണൽ ജോബായി മാറാൻ പോകണമെന്ന് പറയാൻ പറ്റും. ലെഗസി ജോബായി മാറാൻ പറ്റില്ല. നാളെ ജേർണലിസം ലെഗസി ജോബായി മാറാം. അപ്പോൾ ഏതൊക്കെ അപ്പോൾ ഇത്രയൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അത് ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ട ഒരാൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അവർക്ക് എയെക്കുറിച്ച് സമീപനം ഉണ്ട് താനും. അത് പുതിയ ഡ്രാഫ്റ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റിന് എയെക്കുറിച്ച് സമീപനമില്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് ദീർഘകാല സമീപനമുണ്ട്. ചന്ദ്രൻ സാർ, ടെക്നോളജിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റിനും ദീർഘകാലത്തെ നൂറ്റാണ്ടുകളുടെ ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസം പോലുള്ള ദീർഘ ചരിത്രമുണ്ട്. എത്രയോ പുസ്തകങ്ങളുണ്ട്, ധാരാളം എഴുത്തുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സോഷ്യൽ സയൻസിന് പ്രസിദ്ധീകരണമുണ്ട് CPMന്. അറിയുമെന്ന് അറിയില്ല ചന്ദ്രൻ സാറിന്. സോഷ്യൽ സയൻസിന് ഡൽഹിയിൽ നിന്ന് പറയുന്ന പ്രസിദ്ധീകരണമുണ്ട്. അതിൽ CP ചന്ദ്രശേഖരൊക്കെ കാലങ്ങൾ അവരുടെ എക്കണോമിസ്റ്റാണ്. CP ചന്ദ്രശേഖര കാലങ്ങളായിട്ട് ഈ ടെക്നോളജി എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് ഇതിനെ ഇതാകുന്നുള്ള ക്രിട്ടിക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇത്രയും ഡാറ്റകൾ ദേശാമാന ആഴ്ചപ്പതിപ്പ് തന്നെ ഈ വിഷയത്തിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ മാഷ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപക്ഷെ മാഷ് ഓഡിയൻസ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഉന്നയിക്കേണ്ട കാര്യം ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് ഇത്തരം പുതിയ ടെക്നോളജി വരും, പ്രത്യേകം ഇതിനെക്കുറിച്ച് വ്യാപക ചർച്ച ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും എയെക്കുറിച്ച് വലിയ ചർച്ചകളാണ്. ഇപ്പോൾ ഡീപ് സീക്ക് വന്നു. ഇപ്പോൾ ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് തെറ്റിദ്ധരിക്കുന്ന സ്ഥലമാണ്. നമ്മളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് തെറ്റിദ്ധരിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കുന്ന ഏക പാർട്ടി സർവാധിപത്യം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം നമ്മൾ തെറ്റിദ്ധരിക്കുന്ന രാജ്യത്ത് ഡീപ് സീക്ക് പോലെ ഒരു ടെക്നോളജി വരുന്ന ട്രംപിനുള്ള മറുപടിയാവുന്നു. അതുപോലെ തന്നെ ട്രേഡ് വാഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അങ്ങനെ സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന സ്വാഭാവികമായിട്ട് അത്ര കാര്യങ്ങൾ പ്രതികരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെ വിശ്വസിക്കുന്നത് സമീപനമാണ്. പക്ഷേ ആ സമയം എടുക്കണം സാർ. അല്ല, അതിൻ്റെ പശ്ചാത്തലം അതാണല്ലോ. ആ പശ്ചാത്തലം ഗോവിന്ദ മാഷ് ശ്രദ്ധിച്ചെന്ന കാര്യം പത്രത്തിൽ ആ വാർത്ത വരും ചർച്ച ചെയ്യുന്നു. നമ്മുടെ പത്രങ്ങളുടെയൊക്കെ മെയിൻ തലക്കെട്ടായിരുന്നു. ആ സമയത്ത് എയോട് എന്ത് സമീപനം എടുക്കുന്ന ഒരു പാർട്ടി സമ്മേളനത്തിൽ അവിടുത്തെ പ്രവർത്തകരോട് പറയാം. പക്ഷേ ആ പ്രവർത്തകരോട് പറയുന്ന സമയത്ത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത മട്ടിൽ വളരെ ഇതിനെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാന്നൊക്കെ പറയാമെന്ന് പറയുന്നത്. അതിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താ എയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ടെക്നോളജിയെക്കുറിച്ച് ചില പരാമർശം, ടെക്നോളജി എങ്ങനെയാണ് ക്യാപിറ്റലിസം ഇതാക്കുന്നതൊക്കെ എന്നുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് വേണ്ടി വ്യാഖ്യാനിക്കുന്ന രീതിയിൽ പഠിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. വളരെ ലളിതവൽക്കരിച്ചും യാന്ത്രികമായിട്ട് പറഞ്ഞാൽ ആ സമീപനം സൃഷ്ടിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഒരു കാഴ്ചപ്പാടില്ലാതെയും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ പാർട്ടി ഒരു ഇടതുപക്ഷ CPM എന്ന് വിളിക്കുന്ന മാർക്സിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ്ഗ പാർട്ടി ശരിക്കും സ്വരൂപിക്കേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് എന്തായിരിക്കണം?
ഇതിൻ്റെ പ്രൊപ്പറേറ്ററി ടെക്നോളജി നിഷേധിക്കേണ്ടി വരും. പ്രൊപ്പറേറ്ററിയേറ്റ് ആയിട്ടുള്ള ഒരു ഓണർഷിപ്പ് ഇതിൻ്റെ പുറത്തുണ്ട്, കുത്തവൽക്കരണം നയിക്കുന്നത്, അതിനെ എതിർക്കേണ്ടി വരും. അതിന് പകരം എന്താണ് ബദൽ മാതൃകകൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക, ഏതൊക്കെ തരത്തിലാണ് നമുക്ക്, ഞാൻ ശ്രീതു സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എങ്ങനെയാണ് അപ്സ്കില്ലിംഗ് സാധ്യമാക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഒരു പുതിയ തന്ത്രങ്ങളിലേക്ക് പോകേണ്ടത്. ഇത്തരം ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി സൈദ്ധാന്തിന് കൂടുന്ന അവസരങ്ങൾ വെക്കേണ്ടതുണ്ട്. പക്ഷേ അതിന്ന് മാറി രണ്ട് വ്യത്യസ്ത കോൺട്രാക്റ്റുകളായിട്ട് അഭിപ്രായം പറയുകയാണ്. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ടെക്നോളജിയുടെ കാലത്ത് പ്രധാനപ്പെട്ട കാര്യം മാഷ് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം വൈറലാവുന്ന കാരണം മാഷ വീഡിയോ ചിലപ്പോൾ ചെറിയൊരു ഓഡിയൻസിൻ്റെ അകത്തായിരിക്കും, പക്ഷേ അതാരും ഷൂട്ട് ചെയ്ത് വൈറലാക്കും. അപ്പോൾ ടെക്നോളജി അങ്ങനെ രീതിയിൽ വളരെ ഇൻട്രൂസീവായിട്ടുള്ള ടെക്നോളജി നിൽക്കുന്ന കാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും കേൾക്കുകയാണ്. ആ സംഭവം മനസ്സിലാക്കാതെ മാഷ ഒരു ഗോവിന്ദ മാഷിൻ്റെ അകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പോൾ ബ്യൂറോ അംഗമാണ്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കേണ്ട ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്തുണ്ട്. ആ കാഴ്ചപ്പാട് ശരിയായ വണ്ണം പ്രകടിപ്പിക്കേണ്ടതാണ്. ആ ഒരു ക്രിട്ടിക്കാണ് മുതലാളിത്തത്തോട് വിമർശനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ടെക്നോളജിയെ കാണാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM സാധിക്കുള്ളൂ. അത് ഇന്ന് മാഷ് പറഞ്ഞതിൽ ആ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ സോഷ്യലിസ്റ്റിലേക്കുള്ള 20 വർഷം ഇതിപ്പോൾ സോഷ്യലിസ്റ്റിലേക്കുള്ള പോക്ക് പണ്ട് കാലത്തും ഏത് കാലത്തായത് ലെനിൻ്റെ കാലത്താണോ അപ്പോൾ 10 വർഷം കൊണ്ട് സോഷ്യലിസം ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ടോ? എല്ലാ കാലം സോഷ്യലിസം വരാൻ പോകുന്ന എന്തൊരു ദീർഘകാലത്തിന് ശേഷം വരാൻ പോകുന്ന സംഭവം തന്നെയാണ്. അല്ലാതെ പിറ്റേസായ സോഷ്യലിസം നടപ്പാക്കുന്ന കാര്യം പറഞ്ഞില്ല. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്കുള്ള പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കാലഘട്ടമാണ് ഈ തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്ന് വിളിക്കുന്നത്. ഞാനാണല്ലോ കമ്മ്യൂണിസം നല്ല സർവാധിപത്യം എന്താ പറയുക അടവടലെ വീണു പോവുക. അതൊക്കെ കമ്മ്യൂണിസ്റ്റിലെ ഞാൻ ഇതിലേക്കൊന്നും പോണില്ല. കമ്മ്യൂണിസ്റ്റ് പ്രാഥമിക ധാരണകളാണ് അതൊക്കെ. അപ്പോൾ ദീർഘകാല പ്രോസസ്സിലൂടെയാണ് സോഷ്യലിസം കമ്മ്യൂണിസ്റ്റൊക്കെ സ്ഥാപിതമാവുക. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്ന കാര്യം സ്മൃതി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത ഒരു ബാധ്യത ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. തൊഴിലാളികളുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുക്കുമ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ആ നിലപാട് ഇപ്പോൾ ഒരു ലിബറൽ കുറച്ചും കൂടി ഉദാര സമീപനം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബൂർഷ ലിബറലിസം നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു BJPക്കോ എടുക്കുന്ന വ്യത്യസ്തമായ സമീപനം എന്താ പറയുക, ഒരുപക്ഷെ ഡീപ്സിക്ക് പോലെ സാധനം ഒരുപക്ഷെ BJPക്ക് താല്പര്യമുള്ള കാര്യം വളരെ നാഷണലിസ്റ്റ് ആണത്, അതുപോലെ താല്പര്യമുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയാണിത് മാനവരാശിയെ ബാധിക്കുക, തൊഴിലാളി വർഗ്ഗത്തെ ബാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ പുതിയ തരത്തിലുള്ള ചൂഷണങ്ങൾ സൃഷ്ടിക്കുക, ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിനകത്തുനിന്നേ അവർക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ വേറെ എന്തെങ്കിലും പാർട്ടിയും മാറും. അപ്പോൾ ആ പോയിന്റ് മാഷ് അവതരിപ്പിച്ച വളരെ കാഷ്വലി അവതരിപ്പിച്ച ആ ക്യാഷ് അവതരിപ്പിച്ച ജയേന്ദ്ര സാർ പറഞ്ഞ സാറ്റയറാണ്. ഇത് സാറ്റയറായി അവതരിപ്പിക്കേണ്ട സ്റ്റാൻഡപ്പ് കോമഡിയാണോ? അതൊക്കെ തെറ്റായ സമീപനം. മാഷ് ജയേന്ദ്ര സാർ ആരെയാണ് ഇവിടെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, ആർക്കും അനുകൂലമായിട്ട് സംസാരിക്കുന്ന എനിക്ക് സംശയമുണ്ട് ഇതിൻ്റെ അകത്ത്. കാര്യം ഇതൊന്നും സ്റ്റാൻഡപ്പ് കോമഡിയിൽ അവതരിപ്പിക്കേണ്ട കാര്യം, അത് അവതരിപ്പിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ശരി, തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കെത്താം. ശ്രീ M. ജയേന്ദ്രൻ, എന്തുകൊണ്ടാണ് CPMൽ നിന്ന് മറ്റാരും തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താതിരുന്നത്? പാർട്ടി സെക്രട്ടറി തന്നെ 2 തവണ 2 രൂപത്തിൽ ആ പ്രതികരണം നടത്തുന്നു. താങ്കൾ പറഞ്ഞ പോലെ അതിൽ എന്ത് നിലപാടെടുക്കണം എന്നതിൽ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു നിലപാടിലേക്ക് CPM എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കരട് പ്രമേയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ബാക്കി ആരും അത് ഏറ്റെടുക്കാതിരുന്നത്? അല്ല, എനിക്കറിയുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ സ്മൃതി. അതൊരു അബ്സ്ട്രാക്റ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അതിനെ ശ്രീ ദാമോദർ പ്രസാദ് പറഞ്ഞതുപോലെ കോൺക്രീറ്റ് ആക്കുന്നത് അതിൻ്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് പാർട്ടി കോൺഗ്രസ്സിലാണല്ലോ വരിക. ഏപ്രിലാണല്ലോ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുക. വലിയ ദൂരമില്ല അവിടേക്ക്. പിന്നെ ഇപ്പോൾ പ്രസാദ് സാർ പറഞ്ഞതിന് അദ്ദേഹം എന്നെ വല്ലാതെ ഈ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ MV ഗോവിന്ദ മാഷെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാക്കി എന്നാണ് ഗുരുതരമായ ആക്ഷേപം. ഈ സറ്റേറിക്കൽ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാൻഡപ്പ് കോമഡിയുടെ പര്യായമാണ് എന്ന് അങ്ങ് തെറ്റിദ്ധരിക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ വിയോജിപ്പുണ്ട്. ഈ സറ്റേറിക്കൽ എന്ന് പറയുന്ന രസാനുഭൂതിപരം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നത്. അത് ആ തരത്തിൽ സിറ്റുവേഷണൽ റിയാക്ഷനാണ് അദ്ദേഹം ഈ ജനുവരി 29 നടത്തിയത് എന്നാണ് ഞാൻ പരാമർശിച്ചത്. എന്റെ പരാമർശം തെറ്റാണെങ്കിൽ അതിനെ ആ രൂപത്തിൽ പ്രസംഗ രൂപത്തിൽ തമാശയായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയല്ല അദ്ദേഹം അങ്ങനെയല്ല. ഞാൻ അതിലും കുറെ കൂടെ കടന്ന് ഞാൻ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന ഒരു ചോദ്യം വരെ ഉന്നയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കാൻ ബാധ്യത ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിനെ അങ്ങനെയാണ് രസാനുഭൂതിപരം എന്നുള്ള ആ നിലയിലാണ് സറ്റേറിക്കൽ എന്ന പദം ഞാൻ അർത്ഥമാക്കുന്നത്. സാർ അങ്ങനെ അർത്ഥമാക്കിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അല്ലാതെ അദ്ദേഹത്തെ സ്റ്റാൻഡപ്പ് കൊമേഡിയനാക്കാനുള്ളത് എൻ്റെ വിദൂരമായ അജണ്ട പോലും അല്ല സർ. അതൊന്ന്. മറ്റൊന്ന്,
ഈ എയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എത്രയൊക്കെ മറ്റേ ഡീപ് സീക്കിന് അത്ര വലുതായിട്ടൊന്നും കാണേണ്ട ഒരു കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ വന്നിട്ടുള്ള ഡീപ് സീക്ക് എന്ന പേരിലേ ഉള്ളൂ. അതിൻ്റെ നമ്മളതിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ദൗർബല്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. എ എന്നുള്ള ഒരു ബ്രോഡർ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് സംബന്ധിച്ച് തന്നെയുള്ള എത്രയോ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ വരുന്നതെന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ ഈ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രയാൻ തോംസൺ എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് CEO ഉണ്ടല്ലോ, US ഡിസംബർ ലാസ്റ്റ് വീക്കാണ് ബ്രയാൻ തോംസൺ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. അത് വ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടൊരു സംഗതിയായിരുന്നു. ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വലിയ ഒരു പ്രശ്നം അമേരിക്കയിലുടനീളം US ഉണ്ടായ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ 3 Dകളാണല്ലോ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം തന്നെ. ഡിലേ, ഡിനൈ, ഡിസ്മിസ്. ഈ 3 കാരണങ്ങളാണ് അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായ പ്രശ്നങ്ങളായിട്ട് തന്നെ വന്നത്. വൈ ഇൻവെസ്റ്റ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെൻ ദർ ആർ ലോട്ട് ഓഫ് ഇൻ്റലിജന്റ് പീപ്പിൾ അറൌണ്ട് എന്ന് പറഞ്ഞ്, എന്നിട്ട് അടുത്ത വാക്യം പറയുന്നത് മാർക്സ് ഈസ് മോർ റിലവൻറ്റ് ദീസ് ടൈംസ് എന്നൊക്കെയുള്ള നിരവധി പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ആ ഈ ബുള്ളറ്റിൻ്റെ കവറുണ്ടല്ലോ, ആ കവറിൽ ആണ് ഈ 3 D ഉള്ളത്. ഡിസ്മിസ്, ഡിലേ എന്നുള്ള ആ സംഗതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ എന്നുള്ള നിലയിൽ തന്നെ വന്നത് ഈ CEO ബന്ധപ്പെട്ട്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ക്ഷേമരാഷ്ട്ര സങ്കല്പം ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അവിടുത്തെ ചർച്ചകൾ മറ്റ് പലതും നിറയുന്നുണ്ട്. എന്തിനാ കോവിഡ് കാലത്ത് ക്യൂബയിൽ അന്ന് ഉത്പാദിപ്പിച്ചിരുന്ന 5 വാക്സിനുകൾ, ആ വാക്സിനുകൾ കേവലം $2-3 വിറ്റുകൊണ്ടിരുന്നപ്പോൾ US അത് വിറ്റിരുന്നത് $30-33 എന്നുള്ള ചർച്ചകൾ വരെ ഇതുമായി ബന്ധപ്പെടുത്തി വരുന്നുണ്ട്. അതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പം ഇല്ലാതാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആഗോളതലത്തിൽ തന്നെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ആ കൺസേൺസ് വലിയൊരു പരിധിവരെ ഇന്ത്യയിലേക്കും വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് രാഷ്ട്രീയ കക്ഷികൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല സർ. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതെങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ഇന്ത്യയിൽ അതിന് തുടക്കമെങ്കിലും ഇടുന്നുണ്ട് CPIM എന്നുള്ളതാണ് ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് അബ്സ്ട്രാക്റ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അത് കോൺക്രീറ്റ് ആക്കും. CPIM-നെ സംബന്ധിച്ചോളം അത് ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അത് പാർട്ടി കോൺഗ്രസോടുകൂടി അത് പൂർത്തീകരിക്കും ആ ദൗത്യം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണേണ്ടത്. ഒരു മാനിഫെസ്റ്റോ, ഇതുമായി ബന്ധപ്പെട്ടൊരു മാനിഫെസ്റ്റോ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന സംഗതിയെ നമ്മൾ കാണേണ്ടത്, അഡ്രസ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഒരു പ്രകടന പത്രിക തന്നെ വേണം. അതുണ്ടാവും പാർട്ടി കോൺഗ്രസിൽ, CPIM-ന്റെ മധുര കോൺഗ്രസിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാവുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യവും കൂടിയാണ്. അതിനും ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ അദ്ദേഹം മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിലോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. അദ്ദേഹത്തിന്റെ മണ്ടത്തരം അതൊക്കെ പറഞ്ഞോളൂ. അപ്പോൾ തന്നെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലൊരു നടപടിക്ക് മുതിരുന്നുണ്ടോ? അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതല്ലേ? നമ്മളെല്ലാവരും സാമൂഹ്യ ജീവികളാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഈ വിഷയത്തിൽ ഒരു ആശങ്കപ്പെടലോ പ്രതികരണമോ നടത്തിയിട്ടില്ല എന്നുള്ള ആവശ്യമാണ്. ശരിയാണ്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ താങ്കളൊരു ടെക്കിയാണല്ലോ, അപ്പോൾ ആ നിലയ്ക്ക് കൂടിയുള്ള ഒരു അഭിപ്രായം കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ChatGPT-ക്ക് പകരം ഡീപ് സീക്ക് വന്നു. അത് വരുമ്പോൾ ഒരു മത്സരം അവിടെ നടക്കാനിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ നിൽക്കുന്ന ഒരു മൊണോപ്പൊളി അല്ല, അവിടെ മത്സരം നടക്കാനിരിക്കുന്നു. അപ്പോൾ അമേരിക്കയും ആധിപത്യം അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഒരു വസ്തുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ മത്സരം നടന്നാലും ഇത് ഈ തൊഴിലുകൾ കുറയ്ക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുള്ളൂ. ഒരു ടെക്കി എന്ന നിലയ്ക്ക് അതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊരു വിഷയമാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ നേരത്തെ ശ്രീ ജയേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഈ വിഷയത്തിൽ ഒരു ആശങ്കപ്പെടലോ പ്രതികരണമോ നടത്തിയിട്ടില്ല. CPIM അത് അർത്ഥ അറിവുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതിൽ പ്രതികരണം നടത്തുന്നുണ്ടല്ലോ. ശ്രീമതി സ്മൃതി, ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും ഈ ടെക് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പേരിലേക്ക് ഒരു വലിയ ഡിസ്റപ്ഷൻ ഉണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ ഏറ്റവും ബേസിക് ലെവലിൽ ആൾക്കാർ പ്രോഗ്രാം കോഡ് ചെയ്യുന്ന സമയം മുതൽ അതിനുപയോഗിക്കുന്ന ലാംഗ്വേജുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സങ്കേതങ്ങളാണ് അതിന് പ്രയോജനപ്പെടുത്തുന്നത്, ഈ കാര്യമെല്ലാം തന്നെ എത്രയോ എവല്യൂഷൻ സൈക്കിളുകൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ 20 വർഷം മുമ്പ് അല്ലെങ്കിൽ ടെക്നോ പാർക്ക് സ്ഥാപിതമാകുന്ന സമയത്ത് ഒരു പ്രോഡക്റ്റ് കോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സങ്കേതങ്ങളോ ലാംഗ്വേജ് ആണോ ഇന്ന് ഉപയോഗിക്കുന്നത്? ഇതിനിടയ്ക്ക് എത്രയോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഈ ഇൻഡസ്ട്രി എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സർവൈവലിനുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ
ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ആൾക്കാരൊക്കെ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ പോലും ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് പോലെ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങളിലടക്കം AI എത്രത്തോളം കാര്യമായിട്ട് പ്രയോജനപ്പെടുത്താം എന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ മാറ്റങ്ങൾക്ക് ആരും മുഖം തിരിഞ്ഞ് നിൽക്കുന്നില്ല. കാരണം മാറ്റങ്ങളോടൊപ്പം പോവുക എന്നുള്ളതാണ് കോമൺ സെൻസ്. രണ്ടാമത്തേത്, ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിശ്ചയമായിട്ടും ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഈ ചർച്ചയിൽ ഞാൻ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ AI ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലേക്ക് നിക്ഷേപം ക്ഷണിക്കുന്നത് എന്നത് നമ്മൾ ഇപ്പം ഈ ചർച്ചയിൽ ഞാൻ തന്നെ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച് അതിന്റെ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അതേ രീതിയിലത്തേക്ക് മുന്നേറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ നാഷണൽ ലെവലിൽ കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിനോടൊപ്പം തന്നെ ഉണ്ടായിരിക്കുന്ന പ്രഖ്യാപനം നമുക്കറിയാം. 3 സെന്റർ ഓഫ് എക്സലൻസുകൾ വരാൻ പോകുന്നു, നിക്ഷേപങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ പറഞ്ഞു കേവലം 10 മാസം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിജിനസ് ആയിട്ടുള്ള ഒരു AI ഫൗണ്ടേഷണൽ മോഡൽ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഇവിടെ വരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കും ആ രീതിയിലത്തേക്കുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നമുക്കറിയാത്ത ഒരു വിഷയത്തിനെ പറ്റി നമ്മൾ ആധികാരികമായിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അത് സട്ടയർ ഒന്നുമാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് പറഞ്ഞു വന്നപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അത് സട്ടയറായിട്ട് കാണാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടായി എന്നത് മാത്രമേ ഉള്ളൂ. ശ്രീ ഗോവിന്ദന്റെ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന 2 വിശദീകരണങ്ങളും അബദ്ധ പഞ്ചാംഗങ്ങൾ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ എലിമെന്ററി ആയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ചൈനയെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, ചൈനയിലും ഈ ടെക്നോളജി ഉണ്ട്, പക്ഷെ അതുവഴി ഉണ്ടാകുന്ന പണം രാജ്യത്തിന്റെ സ്വത്താകുമെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ വരുന്നതോ അമേരിക്കയിൽ വരുന്നതോ ചൈനയിൽ വരുന്നതോ തമ്മിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇപ്പോൾ ജനുവരി 29 ജാക്ക് മാ, അലിബാബയുടെ ആള്, അദ്ദേഹത്തിന്റെ AI ടൂള് അല്ലെങ്കിൽ മോഡൽ ലോഞ്ച് ചെയ്തതിന് ശേഷം പറയുന്നത് അത് ഡീപ് സീക്കിന് മുകളിലേക്ക് പോകുന്ന സാധനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജാക്ക് മാ ആരാണ്? എവിടെയാണ് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്? അദ്ദേഹം സ്റ്റേറ്റ് സ്പോൺസറാണോ? ഈ കാര്യങ്ങളുണ്ട്. ഇനി കേരളത്തിൽ ഇത് വരുന്നില്ലേ? ഇപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ രാജ്യത്തിൻ്റെതായിട്ട് ഈ ടെക്നോളജി ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ അതാത് രാജ്യത്തിന്റെ സ്വത്താണ്. കേരളത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റ് ആണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ നടക്കുന്ന ഡെവലപ്മെന്റ് ആണെങ്കിലും ചൈനയിലേത് അദ്ദേഹം രാജ്യത്തിന്റെ സ്വത്താണ് എന്ന് പറയുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ സ്വത്താണ്. അപ്പോൾ എവിടെയാണ് ഈ മുതലാളിത്തം കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ പിന്നെ പ്രൈവറ്റൈസേഷൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്കയിലോ മുതലാളിത്ത രാജ്യങ്ങളിലോ മാത്രം ഇത് പ്രൈവറ്റൈസ്ഡ് ആയിട്ട് ഈ ടെക്നോളജി വികസിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന രീതിയിലത്തേക്ക് ഒരാളിലേക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുകയുള്ളൂ എന്നാണോ? ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇത് പ്രൈവറ്റൈസ് ചെയ്യില്ലേ? കേരളത്തിലെ ടെക്നോ പാർക്കിലോ ഇൻഫോ പാർക്കിലോ AI മോഡലുകൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലേ? ശ്രീ MV ഗോവിന്ദന് പറയാൻ കഴിയുമോ കേരളത്തിൽ പൂർണ്ണമായിട്ടും സർക്കാർ നിയന്ത്രണത്തിൽ മാത്രമുള്ള AI ആണ്, അതല്ലാതെ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് കഴിയില്ല? കാരണം പ്രൈവറ്റൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് വിൽക്കും, ഒരു പ്രോഡക്റ്റ് വിൽക്കും, അത് വിൽക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് സ്വത്ത് അവർക്ക് വരും. അപ്പോൾ ആ തിയറി നോക്കിക്കഴിഞ്ഞാൽ സ്വത്ത് ചില കമ്പനികളിലേക്ക്, ചില വ്യക്തികളിലേക്കൊക്കെ തന്നെ കുമിഞ്ഞുകൂടും. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്ന് സാമ്രാജ്യത്വ ശക്തിയായി മാറുമോ? അവർക്ക് മാത്രമായിട്ട് കുത്തക ഉണ്ടാകുമോ? അവർക്ക് മാത്രമായിട്ട് പണം കുമിഞ്ഞു കൂടിയിട്ട് അസമത്വം ഉണ്ടാകുമോ? ഞാൻ കഴിയുന്നത് ഇതൊക്കെ അബദ്ധങ്ങളാണ്, ഇതൊക്കെ അസംബന്ധമാണ്. നമ്മൾ ഈ സച്ചിന്റെ റെക്കോർഡ് സച്ചിൻ തന്നെ തിരുത്തി എന്നൊക്കെ പറയുന്നത് പോലെ ശ്രീ ഗോവിന്ദന്റെ തിയറി അദ്ദേഹം തന്നെ തിരുത്തി എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. പക്ഷെ അപ്പോഴും അദ്ദേഹം യാത്ര ചെയ്യുന്നത് എവിടേക്കാണ്? കൂടുതലായിട്ടുള്ള അബദ്ധത്തിലേക്കാണ്. അതിൽ ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സർവൈവ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നോക്കൂ, ഈ 60% തൊഴിലുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുന്നു എന്നൊരു കണക്ക് അദ്ദേഹം പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ആൾക്കാരെല്ലാവരും തന്നെ പട്ടിണി കിടന്ന് മരിക്കാൻ പോവാണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കൊയ്ത്ത് മെതി യന്ത്രങ്ങൾ, കമ്പ്യൂട്ടറൈസേഷൻ വന്നിരുന്ന സമയത്ത് ടെലിഫോൺ ബൂത്തുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിതൊരു വാർത്താ മാധ്യമത്തിൽ ഇരുന്നിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ന്യൂസ് മീഡിയ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. പത്രം ഉണ്ടായിരുന്നു, അതിനുശേഷം റേഡിയോ വന്നു, പിന്നെ സർക്കാർ സ്പോൺസറായിട്ടുള്ള സർക്കാരിൻ്റെ മാത്രമുള്ള സ്റ്റേറ്റ് ടെലിവിഷൻ വന്നു, പ്രൈവറ്റ് ടെലിവിഷൻ വന്നു, കേബിൾ TV വന്നു. വലിയ ഡിഷ് ആൻറ്റിന വെച്ചിട്ട് ഒരു ചാനൽ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ചെറിയ ഡിഷ് ആൻറ്റിനയിൽ എല്ലാം കിട്ടുന്ന രീതിയിലേക്ക് വന്നു. IPTV വന്നു, ഡിജിറ്റൽ TV വന്നു. ഇപ്പോൾ എന്താ, ഇന്റർനെറ്റ്, ഫോണ്, TV എല്ലാം തന്നെ ഒന്നിച്ച് കിട്ടുന്ന സംവിധാനം ഉണ്ടായി. ഇത് എവല്യൂഷനാണ്. അപ്പോൾ ഈ ഓരോ മാർഗത്തിൽ നിന്ന് ഓരോ മാധ്യമ സ്ഥാപനത്തിനും റീച്ച് കിട്ടും. അതിൽ നിന്ന് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താം, കൂടുതൽ പരസ്യമുണ്ട്, കൂടുതൽ വരുമാനമുണ്ട്. ഇതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ പറയുമോ ഇത് ആകാശവാണി മാത്രം മതി, ദൂരദർശൻ മാത്രം മതി എന്ന് നമ്മൾ പറയില്ല. കാരണം ഇത് മാറ്റമാണ്. ആ മാറ്റത്തിന് അനുസൃതമായിട്ട് നമ്മൾ വരുന്നു. നമുക്ക് മാധ്യമ സ്ഥാപനങ്ങളോടോ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയോടോ ഒക്കെ തന്നെ വിമുഖത ഉണ്ടായിരിക്കും. എന്ന് കരുതി ഇന്നുള്ള സ്വാതന്ത്ര്യം വേണ്ട എന്നോ ഇന്നുള്ള മാധ്യമ പ്രവർത്തനം വേണ്ട എന്നോ ഒരു അഭിപ്രായം നമുക്ക് പറയാൻ കഴിയുമോ? ഇതിനാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് മാറ്റം. ഈ മാറ്റത്തിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു. അതല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പബ്ലിക് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴത്തെ CPM എന്ന് കരുതാൻ പറ്റില്ല. പല വിഷയങ്ങളിലും അത് തെളിഞ്ഞിട്ടുമുള്ളതാണ്. അങ്ങനെ അഡാപ്റ്റ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും CPM വിമർശിക്കപ്പെടാറുള്ളത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ശ്രീ ശശിധരൻ മാഷിലേക്ക് വരാം. ഇടവേളയ്ക്ക് ശശിധരൻ ഒന്ന് ചുരുക്കി, CPM യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണമായിരുന്നു?
ഉണ്ടാതിരിക്കണമായിരുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുക തന്നെ വേണം. പക്ഷേ 100 വർഷം അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് നമുക്ക് ഒരു ടെക്നോളജി ബൂമിനെ വിലയിരുത്താൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഉദാഹരണത്തിന് ഇത് വളരെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ് ഇപ്പോൾ ഈ ടെക്നോളജിയുടെ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 7 ദിവസത്തെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. 7 ദിവസം കൊണ്ട് എത്ര ബില്യൺ, എത്ര ട്രില്യൺ ഡോളർ മുകളിലേക്ക് പോകുന്നു, എത്ര ട്രില്യൺ ഡോളർ താഴേക്ക് വരുന്നു എന്നാണ് നമ്മൾ അനലൈസ് ചെയ്തത്. അതായത് സാമ്പത്തിക ക്രമത്തിൽ അതിഗുരുതരമായ ഇടപെടലുകൾ നടത്താൻ കേവലം 7 ദിവസത്തെ ഒരു ടെക് ബൂം കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ ആ ടെക് ബൂമിൻ്റെ ഉടമസ്ഥാവകാശം ആരിൽ നിക്ഷിപ്തമാവണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഉൽപ്പാദനോപാധി മാറ്റിവെച്ചാൽ തന്നെയും അധ്വാനം എന്ന് പറയുന്നത്, ഇൻ്റലക്ച്വൽ അധ്വാനം എന്ന് പറയുന്നത് നമുക്കിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇവിടെ അതിന് മത്സരത്തിനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. നേരെ മറിച്ച് ഇപ്പോൾ മറ്റേ US സിലിക്കൺ വാലിയിൽ നടക്കുന്ന കോമ്പറ്റീഷൻ എന്താണ്? നോ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ വേണ്ട എന്നാണ്. കോമ്പറ്റീഷൻ ഈസ് ഫോർ ലൂസേഴ്സ് എന്നാണ് പറയുന്നത്. കോമ്പറ്റീഷൻ ആർക്കുള്ളതാണ്? അത് പരാജിതർക്കുള്ളതാണ്. ഓടുന്ന മുയലിൻ്റെ കൂടെ അല്ല കോമ്പറ്റീഷൻ, ആമയ്ക്കാണ് കോമ്പറ്റീഷൻ്റെ ആവശ്യം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് മാറി ഗവൺമെൻറ് സ്പോൺസേഡായി ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് തോന്നുന്നു, എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട്, ഈ 100 കൊല്ലമൊന്നും കാത്തിരിക്കേണ്ട, അതിനൊരു കാഴ്ചപ്പാടുണ്ടായാൽ മതി. ചൈനയെ ഞാൻ ഒരു ചൈനീസ് ഫാനായിട്ട് പറയുന്നതല്ല. അവരെടുത്തൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി പൊളിറ്റിക്കലി കറക്റ്റായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. ശരി. രാഷ്ട്രീയപരമായിട്ട് ചൈന ടെക്നോളജി മേഖലയിൽ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള ആ ഒരു സ്ട്രാറ്റജി അത് ഫ്രൂട്ട്ഫുള്ളാണ്. ശരി. അത് ചൈനയ്ക്ക് നിഷേധിക്കപ്പെട്ടത് മുഴുവൻ അവരെങ്ങനെയാണ് എടുത്തത്? അവർക്ക് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പറ്റില്ല എന്ന് പറഞ്ഞു, അവർ വേറെ അവരുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കി. അങ്ങനെ ഓരോ കാര്യത്തിലും അവർ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ടെക്നോളജിയാണ് ഡിനേ ചെയ്യപ്പെടുന്നതെങ്കിൽ ടെക്നോളജി ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നു, ഗവൺമെൻറ് അതിന് സപ്പോർട്ട് ചെയ്യുന്നു, അകത്ത് കോമ്പറ്റീഷനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരവസ്ഥ സൃഷ്ടിക്കാൻ ഒരു രാജ്യത്ത് മാത്രമല്ല പല രാജ്യങ്ങൾക്കും ഈ കയറ്റുമതി നിയന്ത്രണമുണ്ട്. ശരി. അപ്പോൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടറിയുടെ മനസ്സിലാക്കൽ എന്ന് വേണം കരുതാൻ. ചൈനയിൽ വന്നിരിക്കുന്ന ഈ മാറ്റം, ചൈന എടുത്തിരിക്കുന്ന തന്ത്രങ്ങൾ അതിലേക്ക് എത്തിയിരുന്നില്ല ഗോവിന്ദമാഷ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ആ മനസ്സിലാക്കലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയുള്ള പ്രതികരണത്തിലേക്ക് അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ VK ശശിധരൻ, ശ്രീ M ജയചന്ദ്രൻ, ശ്രീജിത്ത് പണിക്കർ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.